നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പൊന്നൂക്കരയിൽ മധ്യവയസ്കനെ ഭിത്തിയിലിടിച്ചു കൊലപ്പെടുത്തി. പൊന്നൂക്കര സ്വദേശി ചിറ്റേത്തുപറമ്പിൽ സുധീഷാണ് കൊല്ലപ്പെട്ടത്. തലോർ ബൈപ്പാസിൽ ദേശീയപാതയുടെ ഡിവൈഡറിലെ കുഴിയിൽപ്പെട്ട് റോഡിലേക്ക് വീണ വയോധികൻ കാർ ഇടിച്ചു മരിച്ചു. മരൊട്ടിച്ചാൽ സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ ജോസഫാണ് മരിച്ചത്. മഹാശിവരാത്രി ആഘോഷ നിറവിൽ നാട്. ഒമ്പതിങ്ങൽ കൈലാസ ശിവക്ഷേത്രത്തിൽ സമൂഹാഭിഷേകം നടത്തി. നെന്മണിക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. കല്ലൂരിൽ വിവാഹത്തിന്റെ ഔട്ട്ഡോർ ഷൂട്ട് നടക്കുന്നതിനിടെ ഫോട്ടോഗ്രാഫറെ ആക്രമിച്ച സംഭവത്തിൽ 2 യുവാക്കൾ പിടിയിൽ. ആളൂരിൽ രാസലഹരിയുമായി 3 യുവാക്കൾ കസ്റ്റഡിയിൽ. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ജനകീയ സദസ്സ് വരന്തരപ്പിള്ളിയിൽ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പൊന്നൂക്കരയിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് മർദ്ദനമേറ്റയാൾ മരിച്ചു. പൊന്നൂക്കര സ്വദേശി ചിറ്റേത്തുപറമ്പിൽ സുധീഷാണ് കൊല്ലപ്പെട്ടത്. 54 വയസ്സായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ പൊന്നൂക്കര വട്ടപ്പറമ്പിൽ വിഷ്ണുവിനെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി മദ്യലഹരിയിലാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. രാത്രിയാണ് സംഭവം. 15 വർഷം മുമ്പ് സുധീഷിന്റെ സഹോദരിയെ വിഷ്ണു കളിയാക്കിയിരുന്നു. മദ്യലഹരിയിൽ ഇതേ ചൊല്ലി സുധീഷും വിഷ്ണുവും അടിയായി. സുധീഷിന്റെ തല ഭിത്തിയിടിപ്പിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. മുതുകിൽ ആസ്ട്രോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിവ് വരുത്തി. ഗുരുതര പരിക്കുകളോടെ സുധീഷിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ബുധനാഴ്ച രാവിലെ 8:30 മരണം സംഭവിക്കുകയായിരുന്നു. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം. സംഭവം നടന്ന ചൊവ്വാഴ്ച തന്നെ പ്രതി വിഷ്ണുവിനെ ഒല്ലൂർ പോലീസ് പിടികൂടിയിരുന്നു. വിഷ്ണുവിനെതിരെ വേറെയും കേസുകൾ നിലവിലുള്ളതായി പോലീസ് അറിയിച്ചു. മരിച്ച സുധീഷ് എറണാകുളത്തെ ഇന്ത്യൻ കോഫി ഹൗസിലെ ജീവനക്കാരനാണ്. കൊല്ലപ്പെട്ട സുധീഷ് തനിച്ചാണ് താമസമെന്ന് പോലീസ് പറയുന്നു. വിഷ്ണുവിന്റെയും സുധീഷിന്റെയും പൊതു സുഹൃത്ത് സുകുമാരന്റെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം നടന്നത്. വടക്കാഞ്ചേരിയിൽ യുവാവ് വെട്ടേറ്റ് മരിച്ചു. വടക്കാഞ്ചേരി സ്വദേശി 42 വയസ്സുള്ള സേവിയറാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയാണ് മരണം സംഭവിച്ചത്. സേവിയറിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അനീഷിനും വെട്ടേറ്റു. ബുധനാഴ്ച പുലർച്ചെ 12:30യോടെയായിരുന്നു സംഭവം. വടക്കാഞ്ചേരി സ്വദേശി സേവിയറും സുഹൃത്ത് പാലക്കാട് വടക്കുംചേരി സ്വദേശി അനീഷും വടക്കാഞ്ചേരി പഴയ ഗേറ്റിന് സമീപത്തുള്ള വിഷ്ണുവിന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. മൂവരും സുഹൃത്തുക്കളാണ്. വീട്ടിലേക്ക് എത്തിയ സേവിയറും അനീഷും ചേർന്ന് വിഷ്ണുവിനെ വീടിന് പുറത്തേക്ക് വിളിച്ചിറക്കി. തുടർന്ന് മൂവരും വാക്കുതർക്കമായി. ഇതിനിടെ വിഷ്ണു കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സേവിയറിനെയും അനീഷിനെയും വെട്ടുകയായിരുന്നു. ആക്രമണത്തിൽ സേവിയറിന്റെ നെഞ്ചിലും വയറിലും ഗുരുതര പരിക്കേറ്റു. ഉടൻ ഇരുവരെയും പ്രദേശവാസികൾ ചേർന്ന് തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ ചികിത്സയിലിരിക്കെ രാവിലെ 7 മണിയോടെ സേവിയർ മരിച്ചു. സേവിയറിന്റെ ഒപ്പമുണ്ടായിരുന്ന അനീഷിന് തലയിലും കഴുത്തിലും കൈയിലും പുറത്തും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുവരെയും ആക്രമിച്ച വിഷ്ണുവിനായുള്ള അന്വേഷണം വടക്കാഞ്ചേരി പോലീസ് ഊർജിതമാക്കി. തലോർ ബൈപ്പാസിൽ ദേശീയപാതയുടെ ഡിവൈഡറിലെ കുഴിയിൽപ്പെട്ട് റോഡിലേക്ക് വീണ വയോധികൻ കാർ ഇടിച്ചു മരിച്ചു. മരൊട്ടിച്ചാൽ സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ 78 വയസ്സുള്ള ജോസഫാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ 10:30യോടെയായിരുന്നു അപകടം. മകൻ സുമേഷിനോടൊപ്പം തലൂർ BRDയിൽ കാർ സർവീസിന് കൊടുക്കാൻ എത്തിയതായിരുന്നു ജോസഫ്. കാർ സർവീസിന് കൊടുത്ത ശേഷം 2 പേരും വീട്ടിലേക്ക് പോകാൻ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ ഡിവൈഡറിലെ കുഴിയിൽ കാൽ കുടുങ്ങി ജോസഫ് റോഡിലേക്ക് വീഴുകയായിരുന്നു. മകന്റെ മുൻപിൽ വെച്ചായിരുന്നു ദാരുണ സംഭവം. ആലപ്പുഴയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയ കുടുംബം സഞ്ചരിച്ച കാറാണ് ജോസഫിനെ ഇടിച്ചത്. അപകടത്തിൽ തെറിച്ചു വീണ ജോസഫിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മഹാശിവരാത്രി ആഘോഷ നിറവിൽ നാട്. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടന്നു. മഹാശിവരാത്രിയോടനുബന്ധിച്ച് മഹാദേവ ക്ഷേത്രങ്ങൾ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. മിക്ക ക്ഷേത്രങ്ങളിലും ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. വ്യാഴാഴ്ച വിവിധ ശിവക്ഷേത്രങ്ങളിൽ
ബലിതർപ്പണത്തിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഒമ്പതുങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ സമാജത്തിന് കീഴിലെ ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ നടന്ന സമൂഹാഭിഷേകത്തിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. കേരളത്തിൽ തന്നെ അപൂർവമായി ഭക്തർ ശ്രീകോവിലിൽ പ്രവേശിച്ച് നേരിട്ട് അഭിഷേകം നടത്തുന്ന വിശേഷപ്പെട്ട ചടങ്ങാണ് കൈലാസ ശിവക്ഷേത്രത്തിലെ സമൂഹാഭിഷേകം. ഒരാഴ്ചത്തെ വ്രതമെടുത്തെത്തുന്ന ഏതൊരാൾക്കും ശിവരാത്രി നാളിൽ ജാതി മത ഭേദമില്ലാതെ ശ്രീകോവിലിൽ പ്രവേശിച്ച് ശിവനെ അഭിഷേകം ചെയ്യാനാകും എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. കോടശ്ശേരി മലയുടെ താഴ്വാരത്തുള്ള ക്ഷേത്രത്തിൽ പുലർച്ചെ നട തുറന്നതു മുതൽ ഭക്തജനങ്ങളുടെ തിരക്കായിരുന്നു. രാവിലെ 9 മുതൽ ആരംഭിച്ച സമൂഹാഭിഷേകം ഉച്ചയ്ക്ക് 1 വരെ നീണ്ടുനിന്നു. മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, അലങ്കാര പൂജ, അന്നദാനം, ചതുർയാമ പൂജകൾ എന്നിവയും ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്നു. തന്ത്രി പ്രതിനിധി മണികണ്ഠൻ ശാന്തി, മേൽശാന്തി കുട്ടൻ ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ശ്രീ സുബ്രഹ്മണ്യ സമാജം ഭാരവാഹികളായ ഷീല വിപിനചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ ചെമ്പകശ്ശേരി, ശ്രീജിത്ത് കളപ്പുരയ്ക്കൽ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നെന്മണിക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, ശ്രീഭൂതബലി, കാഴ്ചശീവേലി ചടങ്ങുകൾ നടത്തി. വൈകിട്ട് കേളത്ത് സുന്ദരന്മാരാരുടെ മേള അകമ്പടിയിൽ കാഴ്ചശീവേലി ഉണ്ടായിരുന്നു. നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, പള്ളിവേട്ട, എഴുന്നള്ളിപ്പ് ചടങ്ങുകളും നടന്നു. വ്യാഴാഴ്ച രാവിലെ 8-ന് നെന്മണിക്കര പള്ളം ആറാട്ടുകടവിൽ നിന്ന് ആറാട്ട് എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും. കലശാഭിഷേകം, പ്രസാദ വിതരണം, കൊടിയിറക്കൽ, അന്നദാനം എന്നിവയും ഉണ്ടായിരിക്കും. കല്ലൂരിൽ വിവാഹത്തിന്റെ ഔട്ട്ഡോർ ഷൂട്ട് നടക്കുന്നതിനിടെ ഫോട്ടോഗ്രാഫറെ ആക്രമിച്ച സംഭവത്തിൽ 2 യുവാക്കൾ പിടിയിൽ. കല്ലൂർ ഞെല്ലൂർ സ്വദേശിയായ വടക്കേടത്ത 18 വയസ്സുള്ള ബ്രജീഷ്, കല്ലൂർ പാലക്കപ്പറമ്പ് സ്വദേശിയായ പണിക്കാട്ടിൽ വീട്ടിൽ 18 വയസ്സുള്ള പവൻ എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 23-ാം തീയതി വിവാഹത്തിനു ശേഷം വധൂവരന്മാരുടെ ഫോട്ടോഷൂട്ട് കല്ലൂർ ഞെല്ലൂർ പാടത്ത് നടത്തുന്നതിനിടെയാണ് സംഭവം. ഫോട്ടോഗ്രാഫർ ഞെല്ലൂർ സ്വദേശി സനിത്തിനാണ് പരിക്കേറ്റത്. പ്രതികൾ ലഹരിക്കടിപ്പെട്ടാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. വിവാഹവുമായി ബന്ധപ്പെട്ട ഫോട്ടോഷൂട്ടിനായി എത്തിയ സംഘവും പ്രതികളുമായി ഫോട്ടോഷൂട്ടിങ്ങിനെ സംബന്ധിച്ച് വാക്കുതർക്കമുണ്ടായി. ഇതേ തുടർന്നാണ് ക്യാമറാമാനായ സനിത്തിനെ കത്തി ഉപയോഗിച്ച് കുത്തി ഗുരുതരമായ പരിക്കേൽപ്പിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി. സംഭവത്തിന് ശേഷം പ്രതികൾ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീഷ് കുമാർ, സബ് ഇൻസ്പെക്ടർ ലാലു, സീനിയർ സിവിൽ ഓഫീസർമാരായ സുജിത്ത്, ഷഫീഖ് എന്നിവർ ചേർന്ന് ഇരുവരെയും അറസ്റ്റ് ചെയ്തു. ആളൂരിൽ രാസലഹരിയുമായി 2 യുവാക്കൾ കസ്റ്റഡിയിൽ. ലഹരിമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാനായി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് യുവാക്കളെ പിടികൂടിയത്. കണ്ണിക്കര ആൽത്തറയിൽ നിന്ന് കടുപ്പശ്ശേരി സ്വദേശി നെടുമ്പുരയ്ക്കൽ വീട്ടിൽ 21 വയസ്സുള്ള ക്രിസ്റ്റോ, അവിട്ടത്തൂരിൽ നിന്ന് അവിട്ടത്തൂർ മനക്കലപ്പടി സ്വദേശിയായ അലങ്കാരത്തുപറമ്പിൽ വീട്ടിൽ 19 വയസ്സുള്ള ജസ്വിൻ, പുന്നേലിപ്പടിയിൽ നിന്ന് അവിട്ടത്തൂർ സ്വദേശിയായ കോലംകണ്ടി വീട്ടിൽ 19 വയസ്സുള്ള ഓസ്റ്റിൻ എന്നിവരെയാണ് MDMയുമായി പിടികൂടിയത്. ക്രിസ്റ്റോ ആളൂർ പോലീസ് സ്റ്റേഷനിലെ റൌഡിയാണ്. ക്രിസ്റ്റോ 2024-ൽ ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു അടിപിടി കേസിലും ഒരു വധശ്രമ കേസിലും പ്രതിയാണ്. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KN ബിനീഷ്, സബ് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ, സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ TR ബാബു, സിവിൽ പോലീസർമാരായ അനിൽകുമാർ, സുനീഷ് കുമാർ, നിഖിൽ, കൊഗാഡ് ഏലിയാസ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ജനകീയ സദസ്സ് വരന്തരപ്പള്ളിയിൽ സംഘടിപ്പിച്ചു. ശരത് ലാൽ, കൃപേഷ്, ഷുഹൈബ്, അമർ റഹേ എന്ന പേരിൽ നടന്ന യോഗം മുൻ MP-യും യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയുമായ രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ,
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി പ്രമോദ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷെറിൻ തേർമഠം, കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ടി എം ചന്ദ്രൻ, സെബി കൊടിയൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജിജോ, ഹരൻ, ജിജു, KSU ജില്ലാ പ്രസിഡന്റ് പ്രണവ്, പ്രിൻസ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ ആൻസ്, നൈജോ, അഭിജിത്ത് എന്നിവർ സന്നിഹിതരായി. കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടി ഏതൊരു നാടിനും അനിവാര്യമാണ്. ആ അനിവാര്യത ആ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയും. ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ നൽകി കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കലൂർ പാലയ്ക്കപ്പറമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓഫീസിൽ നിന്നാണ് പന്തം കൊളുത്തി പ്രകടനം ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മഹിളാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റെജി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിൻറ്റോ ജോൺസൺ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിസി ജോൺസൺ, ഷമീറ ഷാഹുൽ ഹമീദ് എന്നിവർ സന്നിഹിതരായി. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ വാർഷികാഘോഷം നാട്യ 2025 ചലച്ചിത്ര നടൻ TG രവി ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. ആഫ്രിക്കൻ പ്രതിനിധി ബൈറോൺ മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ K രമാദേവി, പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ, വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുഗേഷ്, സ്കൂൾ മാനേജർ O സുമേഷ്, വിദ്യാലയ സമിതി പ്രസിഡന്റ് VV നാരായണൻ, നിഷ രാജേഷ്, രവീന അംബരീഷ് എന്നിവർ പ്രസംഗിച്ചു. ഈ അധ്യയന വർഷത്തിൽ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. ഇത്തരത്തിലൊരു പരിപാടി അടുത്ത കാലത്ത് ഞാൻ ഏത് സ്കൂളിലും കണ്ടിട്ടില്ല. വെൽ പ്ലാൻഡ്, വെൽ ഡിസൈൻഡ്, വേറെ എവിടെ പഠിത്ത് കണ്ടിട്ടില്ല. പക്ഷേ ഒരു 10-40 വർഷം അതെ 30-40 വർഷം മുമ്പ് ഏകദേശം ഇതുപോലത്തെ ഒരു ചെറിയ സ്കൂൾ. ഒന്ന് വൈഗ ആൻഡ് ദുർഗ. തീർച്ചയായിട്ടും ഈ സ്കൂളിലെ കുട്ടികളെ, ഇവിടെ ഒരു പടം രവിചേട്ടൻ പ്രധാന കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്ന ഒരു സിനിമ ഇറങ്ങുകയാണ്. അപ്പൊ അടുത്ത സിനിമ പിടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ വിവേകാനന്ദ വിദ്യാനികേതനിലെ കുറച്ച് കുട്ടികളെ എന്തായാലും ബാലതാരങ്ങളായിട്ട് അഭിനയിപ്പിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശരിയല്ലേ? It was another wonderful journey of our Vivekananda Metro with the powerful acceleration of academic excellence and a lot of extracurricular activities. വടക്കാഞ്ചേരിയിൽ സിവിൽ പോലീസ് ഓഫീസർ ട്രെയിൻ തട്ടി മരിച്ചു. വിയൂർ സ്വദേശി 52 വയസ്സുള്ള രമേഷ് ബാബുവാണ് മരിച്ചത്. സുഹൃത്തുക്കൾ ചേർന്ന് ഓട്ടോറിക്ഷയിൽ ഉത്രാളിക്കാവ് പൂരം കാണാൻ എത്തിയതായിരുന്നു. വെടിക്കെട്ട് കണ്ട് റെയിൽവേ ട്രാക്കിലൂടെ ഓട്ടോ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് നടന്നു വരുന്നതിനിടെ എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം തൃശൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന ട്രെയിൻ തട്ടുകയായിരുന്നു. അപകടത്തിൽ സുഹൃത്ത് അരുണിനും പരിക്കേറ്റിട്ടുണ്ട്. ഉടൻ ഇതുവരെയും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രമേഷ് ബാബു മരണപ്പെടുകയായിരുന്നു. തൃശൂർ കൺട്രോൾ റൂമിലെ ജീവനക്കാരനാണ് രമേഷ് ബാബു. കൊടകര പഞ്ചായത്തിലെ 6ാം വാർഡിൽ ചാലക്കുടി മണ്ഡലം ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്മാർട്ട് അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KG രജീഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സ്വപ്ന സത്യൻ, ദിവ്യ ഷാജു, അംഗങ്ങളായ CRX, പ്രണില ഗിരീശൻ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി എയ്സ് എ ഡൈനാമിക് സ്പേസ് ഇമേജറി ഓഫ് ക്ലീവ്ലാൻഡ് എന്ന പേരിലുള്ള ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന് മറ്റത്തൂർ ചുങ്കാലിലുള്ള ഫോട്ടോ മ്യൂസിയത്തിൽ തുടക്കമായി. ഫോട്ടോ മ്യൂസിയവും ക്ലീവ്ലാൻഡ് ഫോട്ടോ ഫെസ്റ്റിവലും തമ്മിലുള്ള സാംസ്കാരിക വിനിമയ പരിപാടിയുടെ ഭാഗമായി അമേരിക്കയിൽ നിന്നുള്ള 40ഓളം ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ 70ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ഫോട്ടോ മ്യൂസ് അംഗങ്ങൾ ചേർന്ന് നിർവഹിച്ചു. ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, ഫോട്ടോ മ്യൂസ് ഡയറക്ടർ പ്രവീൺ P. മോഹൻദാസ്, ഹസീബ് മെഹബൂബ്, അജയ് പാങ്ങിൽ, ഡോക്ടർ K. മഹേഷ്, അരവിന്ദൻ ചിത്ര, C. ദിനേശ് കുമാർ, VK കാസിം എന്നിവർ പങ്കെടുത്തു. ഓരോ നഗരവും സംസ്കാരങ്ങളുടെയും വാസ്തുശില്പകലയുടെയും മനുഷ്യാനുഭവങ്ങളുടെയും സമന്വയമാണ്.
ചെറിയ ഒരു സമൂഹമായി തുടങ്ങി വിശാലവും പരസ്പര ബന്ധിതവുമായ ഒരു ഏകകമായി പരിണമിച്ച നഗരങ്ങൾ സംസ്കാരത്തിലും ഘടനയിലും ദൈനംദിന ജീവിതത്തിലുമുള്ള വൈരുദ്ധ്യങ്ങളെ സജീവമായി ബന്ധിപ്പിക്കുന്ന ഒരു ഏകത്വത്തെ പ്രതിനിധീകരിക്കുന്നു. ഈ വൈരുദ്ധ്യങ്ങൾക്കിടയിലെ സൗഹാർദ്ദം പ്രതിഫലിപ്പിച്ചുകൊണ്ട് അമേരിക്കയിലെ ക്ലീവ്ലാൻഡ് ഫോട്ടോ ഫെസ്റ്റിവലിന്റെ പങ്കാളികൾ പകർത്തിയ ക്ലീവ്ലാൻഡ് നഗരത്തിന്റെ ചിത്രങ്ങളാണ് ഈ പ്രദർശനത്തിലുള്ളത്. പ്രദർശനം ഏപ്രിൽ 25 വരെ നീണ്ടുനിൽക്കും. വരന്തിരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ ശതോത്തര സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഫാദർ സേവ്യർ ഖാൻ വട്ടായിലും സംഘവും നേതൃത്വം നൽകുന്ന അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷന് തുടക്കമായി. നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്തിന്റെ കാർമ്മികത്വത്തിൽ കുർബാന നടത്തി. തുടർന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വചന സന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്തു. എല്ലാ ദിവസവും വൈകിട്ട് 4:30 മുതൽ രാത്രി 9:15 വരെ നടക്കുന്ന കൺവെൻഷൻ ഞായറാഴ്ച സമാപിക്കും. ഞായറാഴ്ച മാർ ബോസ്കോ പുത്തൂർ സമാപന സന്ദേശം നൽകും. കൺവെൻഷൻ ദിവസങ്ങളിൽ സമീപ പ്രദേശങ്ങളിലേക്ക് ബസ് സൗകര്യം ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച ജെൻഡർ സെമിനാറും കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ കിറ്റ് വിതരണവും നടത്തും. മറ്റത്തൂർ മഹാവിഷ്ണു ക്ഷേത്ര ഹാളിൽ രാവിലെ 10 നടക്കുന്ന ചടങ്ങ് പഞ്ചായത്ത് അംഗം KS ബിജു ഉദ്ഘാടനം ചെയ്യും. ADS പ്രസിഡന്റ് രാജിഷ സജീവൻ അധ്യക്ഷത വഹിക്കും. കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും വ്യാഴാഴ്ച വൈകിട്ട് 6 നടക്കും. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. സ്കൂൾ മാനേജർ TA വിൽസൺ അധ്യക്ഷത വഹിക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. പോഷകാംശങ്ങൾ ഏറെയുള്ളതാണ് ജാതിപത്രി. നിരവധി രോഗങ്ങൾക്ക് ഫലപ്രദമായ ഒറ്റമൂലി എന്ന നിലയിൽ വിപണിയിൽ വൻ ഡിമാൻഡാണ് ജാതിപത്രിക്കുള്ളത്. റിപ്പോർട്ട് കാണാം. ജീവകം A, ജീവകം C, കരോട്ടിൻ, ഇരുമ്പ്, കാൽസ്യം തുടങ്ങിയവ സമ്പന്നമായ അളവിൽ അടങ്ങിയിരിക്കുന്നു. 100 ഗ്രാം ജാതിപത്രിയിൽ 100 അന്തർദേശീയ യൂണിക് ജീവകം A അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇത് ജാതിക്കയിൽ ഉള്ളതിനേക്കാൾ 9 ഇരട്ടി കൂടുതലാണ്. ജാതിക്കയിൽ ഉള്ളതിനേക്കാൾ കോപ്പർ, ഇരുമ്പ്, മഗ്നീഷ്യം തുടങ്ങിയ ഘടകങ്ങളുടെ അളവ് ഇതിൽ കൂടുതലാണ്. 100 ഗ്രാം ജാതിപത്രി എടുത്താൽ അതിൽ 13.6 മില്ലിഗ്രാം ഇരുമ്പ് സത്ത് ഉണ്ടാകും. ഇതുകൂടാതെ ഇവയിൽ പ്രെമിരിസിറ്റിൻ, മിരിസ്റ്റിസിൻ, എലമിസിൻ, യുജിനോൾ, സഫ്രോൾ തുടങ്ങി വിവിധ സുഗന്ധ തൈലങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇതിനു പുറമെ പ്രാധാന്യം കുറഞ്ഞ കിംഫിൻ, പൈനിൻ, സിനിയോൾ, സാബിനിൻ, ടെർപിനിയോൾ തുടങ്ങിയവയും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ജീവകം C ജാതിപത്രിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദാഹശമനിയായി ജാതിപത്രി ഇട്ട് തിളപ്പിക്കുന്ന വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. 100 ഗ്രാം ജാതിപത്രി എടുത്താൽ അതിൽ 21 മില്ലിഗ്രാം ജീവകം C അടങ്ങിയിരിക്കുന്നു. എന്നാൽ ജാതിക്കയിൽ അത് 3 ഗ്രാമായി ചുരുങ്ങുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കും പുനരധിവാസ പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി നടത്തുന്ന തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മാർച്ച് 10 മുൻപായി സൈനിക ക്ഷേമ ഓഫീസിൽ അപേക്ഷ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487 2384 037. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,050 രൂപ, പവന് 64,400 രൂപ. വരന്തിരപ്പള്ളി കള്ളിച്ചിത്ര ആദിവാസി ഭൂസമര നേതാവ് MN പുഷ്പൻ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച ഉച്ചയോടെയാണ് മരിച്ചത്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 വീട്ടുവളപ്പിൽ. ആദിവാസി മേഖലയിൽ നിരവധി ഭൂസമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും അതുവഴി നിരവധി ആദിവാസി കുടുംബങ്ങൾക്ക് കൃഷിഭൂമി ലഭ്യമാക്കാൻ നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. ദീർഘകാലം പട്ടികവർഗ സഹകരണ സംഘം പ്രസിഡന്റായിരുന്നു. മുൻപ് CPIM-ൽ നേതൃത്വത്തിൽ നിരയിലുണ്ടായിരുന്നു. കള്ളിച്ചിത്ര ആദിവാസി നഗറിൽ മുല്ലങ്ങൽ നാരായണന്റെയും കാർത്യായനിയുടെയും മകനാണ്. ഭാര്യ പ്രേമ. സിവിൽ സർവീസ് വിദ്യാർത്ഥിനിയായ ആതിരയും അക്ഷയ്ദാസും മക്കളാണ്. കല്ലൂർ കോട്ടായി തട്ടിൽ വല്ലച്ചിറക്കാരൻ ലോനപ്പൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു.
സംസ്കാരം നടത്തി. ആലീസ് ആണ് ഭാര്യ. ആന്റണി, ഓമന, പരേതയായ ലിസി എന്നിവർ മക്കളും സജി മരുമകനുമാണ്. നന്ദിപുരം കുമരഞ്ചിറ മഠത്തിൽ നാരായണൻ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇന്ദുവാണ് ഭാര്യ. മകൾ വന്ദന. കുരിയച്ചിറ നെഹ്റു നഗർ നിവാസിയായ പുതുക്കാട് പുളിക്കൽ ആന്റണി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച വൈകുന്നേരം 4-ന് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊന്നൂക്കരയിൽ മധ്യവയസ്കനെ ഭിത്തിയിലിടിച്ചു കൊലപ്പെടുത്തി. പൊന്നൂക്കര സ്വദേശി ചിറ്റേത്ത് പറമ്പിൽ സുധീഷാണ് കൊല്ലപ്പെട്ടത്. തലോർ ബൈപ്പാസിൽ ദേശീയപാതയുടെ ഡിവൈഡറിലെ കുഴിയിൽപ്പെട്ട് റോഡിലേക്ക് വീണ വയോധികൻ കാർ ഇടിച്ചു മരിച്ചു. മരൊട്ടിച്ചാൽ സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ ജോസഫാണ് മരിച്ചത്. മഹാശിവരാത്രി ആഘോഷ നിറവിൽ നാട്. ഒമ്പതിങ്ങൽ കൈലാസ ശിവക്ഷേത്രത്തിൽ സമൂഹാഭിഷേകം നടത്തി. നെന്മണിക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. കല്ലൂരിൽ വിവാഹത്തിന്റെ ഔട്ട്ഡോർ ഷൂട്ട് നടക്കുന്നതിനിടെ ഫോട്ടോഗ്രാഫറെ ആക്രമിച്ച സംഭവത്തിൽ 2 യുവാക്കൾ പിടിയിൽ. ആളൂരിൽ രാസലഹരിയുമായി 3 യുവാക്കൾ കസ്റ്റഡിയിൽ. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ജനകീയ സദസ്സ് വരന്തരപ്പിള്ളിയിൽ സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.